ഒരു പുഞ്ചിരി കൊണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുഴുവൻ കയ്യിലെടുത്ത ഒരു നായികയുണ്ടായിരുന്നു. കണ്ണുകളിലെ ആ പ്രത്യേക തിളക്കവും ശാലീന സൗന്ദര്യവും കാപട്യമില്ലാത്ത പെരുമാറ്റവും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇത്രയേറെ ഇടം നേടിയ മറ്റൊരു നടി അക്കാലത്തുണ്ടായിരുന്നില്ല. അഭിനയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു ആ അപ്രതീക്ഷിത ദുരന്തം അവളെ നമ്മിൽ നിന്നും തട്ടിയെടുത്തത്. 2004 ഏപ്രിൽ 17 ആ വാർത്ത കേട്ട് വിശ്വസിക്കാനാവാതെ ദക്ഷിണേന്ത്യ ഒന്നടങ്കം തരിച്ചു നിന്നു. ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുമ്പോൾ ബാംഗ്ലൂരിനടുത്തുണ്ടായ ഒരു വിമാന അപകടത്തിൽ വെറും 31-ാം വയസ്സിൽ സൗന്ദര്യ എന്ന ആ അതുല്യ കലാകാരിയുടെ ജീവൻ പൊലിഞ്ഞുവെന്ന് കേട്ടപ്പോൾ സ്വന്തം വീട്ടിലെ ഒരാൾ നഷ്ടപ്പെട്ട വേദനയായിരുന്നു മലയാളികൾക്കും ഉണ്ടായിരുന്നത്. മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ സൗന്ദര്യ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആ കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. സത്യൻ അന്തിക്കാടിന്റെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികൾ ആ ചിരിയെ ആദ്യമായി നെഞ്ചിലേറ്റിയത്. ജയറാമിനൊപ്പമുള്ള ആ ട്രെയിൻ യാത്രയും ചെന്നൈയിലെ ലൊക്കേഷൻ വിശേഷങ്ങളും അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ സൗന്ദര്യയെ മലയാളികൾക്ക് കൂടുതൽ പ്രിയങ്കരിയാക്കിയത് പ്രിയദർശൻ സംവിധാനം ചെയ്ത കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ആമീന എന്ന കഥാപാത്രമാണ്. പാലക്കാടും തൊടുപുഴയിലുമായി ചിത്രീകരിച്ച ഈ സിനിമയുടെ ലൊക്കേഷൻ അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവപ്പറമ്പ് പോലെയായിരുന്നു. മോഹൻലാൽ, ശ്രീനിവാസൻ തുടങ്ങിയ വൻപൻ താരനിര അണിനിരന്ന ആ ചിത്രത്തിന്റെ സെറ്റിൽ താരജാടകളില്ലാതെ ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ എല്ലാവരോടും ഇടപഴകുന്ന സൗന്ദര്യയെ പലരും പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. കിളിച്ചുണ്ടൻ മാമ്പഴത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള പല കഥകളും ഇന്നും സിനിമാ പ്രേമികൾക്ക് കൗതുകമാണ്. തനി നാടൻ പശ്ചാത്തലത്തിൽ മൈലാഞ്ചിയിട്ട കൈകളുമായി കാസർഗോഡൻ ശൈലിയിലുള്ള സംഭാഷണങ്ങൾ പഠിച്ചെടുക്കാൻ അവർ കാണിച്ച താല്പര്യം ലൊക്കേഷനിൽ ഏവർക്കും അത്ഭുതകരമായിരുന്നു. ഷൂട്ടിംഗ് ഇടവേളകളിൽ മലയാളം പഠിക്കാനും ചുറ്റുപാടുകളിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അവർ സമയം കണ്ടെത്തുമായിരുന്നു. പ്രിയദർശൻ സിനിമകളുടെ തനതായ കളർഫുൾ ഫ്രെയിമുകളിൽ സൗന്ദര്യയുടെ ശാലീനത അത്രമേൽ മനോഹരമായാണ് പതിഞ്ഞത്. ആ സിനിമയുടെ സെറ്റിൽ വെച്ച് അവർ എല്ലാവർക്കും നൽകിയ സ്നേഹവും കരുതലും ആ ലൊക്കേഷൻ ഓർമ്മകളെ കൂടുതൽ മനോഹരമാക്കുന്നു. ഒരു ഡോക്ടറാകാൻ മോഹിച്ച് വിധി ഒരു നിയോഗം പോലെ ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ച ആ അതുല്യ പ്രതിഭയുടെ ജീവിത പശ്ചാത്തലം ഒരുപക്ഷെ അധികമാർക്കും അറിയാനിടയില്ല. വെള്ളിത്തിരയിൽ നമ്മൾ കണ്ട സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗമ്യ എന്നായിരുന്നു. കർണാടകയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ജനനം. കന്നഡ സിനിമാ ലോകത്ത് എഴുത്തുകാരനായും നിർമ്മാതാവായും തിളങ്ങിയ KS സത്യനാരായണയായിരുന്നു പിതാവ്. അച്ഛന് സിനിമയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെങ്കിലും സിനിമാ ലോകത്തേക്ക് വരാൻ സൗന്ദര്യയ്ക്ക് തുടക്കത്തിൽ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച് MBBS 1-ാം വർഷം പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ സുഹൃത്ത് വഴി ഗന്ധർവ എന്ന കന്നഡ ചിത്രത്തിലേക്ക് അവരെ തേടി നായിക വേഷം എത്തുന്നത്. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്ത ആ ഒരൊറ്റ സിനിമ അവരുടെ തലവര മാറ്റി എഴുതി. പിന്നീട് MBBS പഠനം ഉപേക്ഷിച്ച് അവർ അഭിനയ ലോകത്തേക്ക് പൂർണ്ണമായും തിരിയുകയായിരുന്നു. സിനിമയിൽ ഇത്രയേറെ തിരക്കുകൾക്കിടയിലും സ്വന്തം കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു സൗന്ദര്യ. അവരുടെ സിനിമാ ഡേറ്റുകളും കരിയറിലെ മറ്റു കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് സ്വന്തം സഹോദരൻ അമർനാഥ് ആയിരുന്നു. അന്ന് ആ വിമാനാപകടത്തിൽ സൗന്ദര്യയ്ക്കൊപ്പം സഹോദരൻ അമർനാഥിനും ജീവൻ നഷ്ടപ്പെട്ടു എന്നത് ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ഒരു ആഘാതമായിരുന്നു. ബാല്യകാല സുഹൃത്തും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ GS രഘുവുമായുള്ള വിവാഹം കഴിഞ്ഞ് വെറും 1 വർഷം തികയും മുൻപായിരുന്നു ആ അപ്രതീക്ഷിത ദുരന്തം സംഭവിച്ചത്. മരണസമയത്ത് അവർ ഗർഭിണിയായിരുന്നു എന്ന വാർത്ത പിന്നീട് സിനിമാ ലോകത്തെയും ആരാധകരെയും കൂടുതൽ കണ്ണീരിലാഴ്ത്തി. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ കത്തി നിൽക്കുമ്പോഴുള്ള ആ വിടവാങ്ങൽ ഇന്നും സിനിമാ ലോകത്തെ വലിയൊരു നോവായി അവശേഷിക്കുന്നു. സൗന്ദര്യ എന്ന പേര് പോലെ തന്നെ സൗന്ദര്യവും പ്രതിഭയും ഒത്തുചേർന്ന ആ അതുല്യ കലാകാരി ഇന്നും നമ്മുടെ എല്ലാ മനസ്സുകളിൽ ആ പഴയ ചിരിയോടെ ജീവിക്കുന്നു.